പ്രൈസ് ദി ലോർഡ്. ത്രിയേക ദൈവത്തിന് സ്തുതി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. ഈ ക്രിസ്മസ് കാലത്ത് ദൈവവചനത്തെ ധ്യാനിക്കുന്നതിനും പഠിക്കുന്നതിനും കിട്ടുന്ന സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി നാം ഒരുങ്ങുമ്പോൾ 4 സാഹചര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, ദൈവമാതാവിൻ്റെ ഗബ്രിയേൽ മാലാഖയോടുള്ള ഉത്തരം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യത്തിൽ പറയുന്നു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഗബ്രിയേൽ മാലാഖ ദൈവമാതാവിനെ വന്ദനം ചെയ്യുന്നത് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്നാണ്. ആ കൃപ ലഭിച്ചത് ദൈവപുത്രനെ പ്രസവിക്കുവാനായിട്ട്, ശരീരത്തിൽ വഹിക്കുവാനായിട്ടുള്ള കൃപയാണ് തമ്പുരാൻ കൊടുത്തത്. ആ തീരുമാനത്തിന് വഴങ്ങിക്കൊണ്ട് പറയുന്നു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് മാതാവ് അക്സെപ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 1:24 പറയുന്നു, യോസഫ് ഉറക്കം ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു, ഭാര്യയെ ചേർത്തുകൊണ്ടു. കല്യാണം ഉറപ്പിച്ച ഭാര്യയ്ക്ക് ഗർഭമുണ്ടെന്നറിഞ്ഞാൽ അവളെ ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ച യേശുപിതാവ് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞതുപോലെ ഭാര്യയെ ചേർത്തുകൊണ്ടു. മൂന്നാമത്, മത്തായിയുടെ തന്നെ 2-ാമത്തെ അധ്യായം 12-ാം വാക്യത്തിലെ ഹെരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 2:13-ാം വാക്യത്തിൽ പറയുന്നു, അവർ പോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിനെ അവനെ അന്വേഷിപ്പാൻ ഭവിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും രാത്രിയിൽ തന്നെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ട് മിസ്രൈമിലേക്ക് പോയി. 13-14 അധ്യായം. അതിന് 4 കാര്യങ്ങൾ ഈ ക്രിസ്മസിൻ്റെ ഈ കാലത്ത് നമുക്ക് ചിന്തിക്കാനായിട്ടുണ്ട്. ഈ ദൈവഹിതത്തിന് അനുസരണമായിട്ട് ദൈവിക കൽപ്പനകൾ അല്ലെങ്കിൽ ദർശനങ്ങളെ അനുസരിച്ച് തങ്ങളുടെ തീരുമാനങ്ങൾ മാറ്റി മറിച്ചത് കൊണ്ട് ആണ്, ദൈവത്തിന് അനുസരണമായിട്ട് ചിന്തിച്ചതുകൊണ്ടാണ് നമുക്ക് ഒക്കെ ഈ ക്രിസ്മസ് ഇത്രയും സന്തോഷകരമായിട്ട് ആഘോഷിക്കാനായിട്ട് കഴിയുന്നത്. ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിയപ്പോൾ പറയുന്നു, ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. നമുക്ക് കർത്താവിൻ്റെ എല്ലാ തീരുമാനങ്ങളോടും എതിർക്കാതെ നമ്മുടെ എന്ത് വിഷമത്തിലായാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയാറുണ്ടോ? അത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വളരെ നിന്ദ്യമായിട്ട് യഹൂദ കൾച്ചർ ഇതിനനുസരിച്ച് കന്യക ഗർഭിണിയാണെങ്കിൽ, എനിക്ക് വിവാഹം ഉറപ്പിച്ച കന്യക ഗർഭിണിയാണെന്നറിഞ്ഞാൽ അവളെ ഉപേക്ഷിക്കാനാണ് യോസഫ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ദൈവദൂതൻ പറഞ്ഞ പ്രകാരം ഉറക്കമുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു, ഭാര്യയെ ചേർത്തുകൊണ്ടു. അപ്പോൾ ദൈവ
കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ട് നിൽക്കാതെ അതിനനുസരണമായിട്ട് ദൂതൻ കൽപ്പിച്ചതുപോലെ തന്നെ യോസഫ് ഭാര്യയെ ചേർത്തുകൊണ്ടു. അതുപോലെ തന്നെ 3 വിദ്വാൻമാരെ കിഴക്ക് നക്ഷത്രം കണ്ട് യഹൂദന്മാരുടെ രാജാവിനെ കാണാൻ വന്നവരാണ്. അവരെ അങ്ങനെ ഒരു രാജാവ് പിറന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞെങ്കിൽ അത് കണ്ടുപിടിച്ച് ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഹെരോദാവ് പറഞ്ഞത്, നിങ്ങൾ വന്ന് എവിടെയാണെന്ന് എനിക്ക് ആ സ്ഥലം പറഞ്ഞു തരണമെന്ന് പറയുന്നത്. അപ്പോഴാണ് ദൈവത്തിൻ്റെ ദൂതൻ അവർക്ക് ഹെരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. അവർ ആ ദൈവ കൽപ്പന, ആ അരുളപ്പാട് കേട്ടില്ലായിരുന്നെങ്കിൽ വേറെ ഒരു ചരിത്രം നമ്മൾ വായിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ യോസഫ് സ്വപ്നത്തിൽ കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷനായിട്ട് മിസ്രൈമിലേക്ക് അമ്മയെയും കുഞ്ഞിനെയും കൂട്ടി പോകാൻ പറഞ്ഞില്ലെങ്കിലും ചരിത്രത്തിൻ്റെ ഗതി വേറൊന്നായിരുന്നു. അങ്ങനെ 4 തീരുമാനങ്ങൾ. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഗൈഡൻസ്, നമുക്ക് വേണ്ടുന്ന കൃപ തമ്പുരാൻ തരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനും അതിൻ പ്രകാരം പ്രവർത്തിക്കാനും വേണ്ടി ഉള്ളതായിരിക്കണം നമ്മുടെ ഈ ക്രിസ്മസ് ചിന്ത. ദൈവത്തിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് അറിയുക. ഞാനിപ്പോഴും മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്ന ഒരു പ്രാർത്ഥന, നമുക്ക് വേണ്ട ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഡിവൈൻ ഗൈഡൻസ് ടു ഡു എവറിഥിങ് റൈറ്റ്. എന്താണ് ശരി എന്ന്, അത് നമ്മുടെ ശരിയല്ല, ദൈവത്തിൻ്റെ ശരി, അത് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതുപോലെ നമ്മൾ എന്തെങ്കിലും സ്റ്റുപ്പിഡ് മിസ്റ്റേക്സ് ചെയ്യാതിരിക്കാനും ദൈവത്തിൻ്റെ കൃപ നമുക്ക് വേണം. ദാവീദ് പ്രാർത്ഥിക്കുന്ന നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ആരുടെ നന്മ? ദൈവത്തിൻ്റെ നന്മ. നമുക്ക് നന്മ കിട്ടുമ്പോൾ, അതിനെ വേറൊരു രീതിയിൽ ചിന്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് നന്മ കിട്ടുമ്പോൾ നമ്മൾ കരുണയുള്ളവരായിട്ട് മാറണം മറ്റുള്ളവർക്ക്. ഈ ക്രിസ്മസ് കാലത്തും നമുക്ക് നന്മയും കരുണയും ദൈവത്തിൻ്റെ ഗൈഡൻസ് അനുസരിച്ച് നടക്കാനുള്ള കൃപയും കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.